എൻ്റെ മറ്റൊരു ടീം മെമ്പറാണ് സലീമ എന്ന് പറയും. മലപ്പുറത്തുള്ളതാണ് അവർ. അവരുടെ ഹസ്ബൻഡ് ഒരു സ്ട്രോക്ക് വന്നിട്ട് അവർ ലൈഫിലേക്ക് തിരിച്ചു വരുന്നൊരു സമയമായിരുന്നു. അതായത് സ്ട്രോക്ക് വന്ന ഒരാളുടെ അവസ്ഥ നമുക്കറിയാം അല്ലേ. ചില ആളുകൾ പൂർണ്ണമായി കിടപ്പിലായി പോകും. അപ്പോൾ ഈ സമയത്ത് വരുമാനമൊക്കെ കുടുംബത്തിന് നിശ്ചലാകുന്ന ഒരു അവസ്ഥയായിരിക്കും. മറ്റുള്ള ഫാമിലിയിലുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര സുഖം, എല്ലാവരും സഹായിക്കല്ലേ. പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇവർ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വലിയൊരു വിദ്യാഭ്യാസത്തിലൊന്നും ഇവർ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ജോലി എന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർ മാനസികപരമായിട്ട് വളരെ വിഷമത്തിൽ, മക്കളൊക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. വേറൊരു വരുമാനം കുടുംബത്തിലേക്ക് വരാനില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് അവർ അവരുടെ ഫ്രണ്ട് മുഖാന്തരം ഇൻഡസ്ട്രിയിലേക്ക് അവർ കടന്നു വന്നത്. ഇതുപോലെ കൊറോണ കാലഘട്ടത്തിലായിരുന്നു ഓൺലൈനിലൂടെ നമ്മളെ മീറ്റിങ്സും ട്രെയിനിങ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത് അവർ കയറി വന്നു എന്നുള്ളത്. ആദ്യകാലത്ത് ഫാമിലിക്ക് പോലും ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അവർ കാര്യമായൊരു സപ്പോർട്ടൊന്നും ഫാമിലിയിൽ നിന്ന് ഉണ്ടായില്ല. പിന്നീട് ഇവർക്ക് ഇങ്ങനെ ഇൻകം വരുന്നതിനനുസരിച്ച് ഇവരുടെ ഫാമിലിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാവുകയും അവർ ശരിക്കും ആ ഒരു ഫാമിലിക്ക് ഒരു താങ്ങും തണലായി മാറി എന്നുള്ളതാണ്. ശരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെയൊക്കെ ആ ഒരു മുന്നേറ്റം എൻ്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിനേക്കാളപ്പുറം എനിക്ക് ഏറ്റവും കിട്ടുന്ന സന്തോഷം ഇവരുടെയൊക്കെ ആ ഒരു ഗ്രോത്താണ്.